എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും M7 സ്കൂൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്യയുടെ ആഗമനമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഗാമ വന്ന 3 കാലഘട്ടത്തെയും കുറിച്ച് പഠിച്ചു. തുടർന്ന് അടുത്തയാൾ ഗാമയെ തുടർന്ന് വരുന്ന അടുത്ത പോർച്ചുഗീസുകാരൻ പെട്രോ അൽവാരിസ് കബ്രാൾ ആണ്. ആരാണ്? പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് വരുന്നു AD 1500 CE 1500. അപ്പൊ രണ്ടാമത്തെ നാവികൻ പെട്രോ അൽവാരിസ് കബ്രാൾ അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നു. അപ്പൊ രണ്ടാമത്തെ പോർച്ചുഗീസ് നാവിക പര്യടനം നയിച്ചത് കബ്രാൾ ആണ്. കബ്രാൾ എല്ലാവരും പഠിച്ചു നോക്കുക. കബ്രാൾ രണ്ടാമത്തത് കബ്രാൾ 1500. അപ്പോൾ ആദ്യം 1498 ഗാമ, രണ്ടാമത് 1500 പെഡ്രോ അൽവാരിസ് കബ്രാൾ അല്ലെങ്കിൽ ചുരുക്കി കബ്രാൾ 1500 കോഴിക്കോടാണ് എത്തുന്നത്. കബ്രാളിന്റെ പ്രതിനിധിയായി സാമൂതിരിയെ സന്ദർശിക്കുന്നു കബ്രാളിന്റെ പ്രതിനിധി ഐറിസ് കൊറിയ. ആരാണ്? ഐറിസ് കൊറിയ. കബ്രാളിന്റെ പ്രതിനിധി ഐറിസ് കൊറിയ. കബ്രാളിന്റെ പ്രതിനിധി ഐറിസ് കൊറിയ. കബ്രാളിന്റെ നയചാതുര്യത്തോടെ ഐറിസ് കൊറിയയുടെ ഇടപെടലിനെ തുടർന്ന് കോഴിക്കോട്ടും കൊച്ചിയിലും വ്യാപാരശാല സ്ഥാപിക്കാൻ അവർക്ക് അനുമതി ലഭിക്കുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ രണ്ടാമത്തെ വരവിലാണ്, കബ്രാളിന്റെ വരവിലാണ് കോഴിക്കോട് അതുപോലെ കൊച്ചിയിലും വ്യാപാരശാല സ്ഥാപിച്ചു. ഈ കാലഘട്ടത്തിൽ, കബ്രാളിൻ്റെ ഈ കാലഘട്ടത്തിൽ പോർച്ചുഗീസുടെ ആദ്യം വരുന്നതും കോഴിക്കോടാണ്. തമ്പടിച്ചത് കോഴിക്കോടാണ്. ഗാമ ആദ്യം വരുമ്പോൾ സഹായിച്ചത് കണ്ണൂർ കോലത്തിരി രാജാവാണ്. എങ്കിലും അവരുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. അത് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പോർച്ചുഗീസുകാരുടെ ആദ്യ ആസ്ഥാനം കൊച്ചിയായിരുന്നു. കോഴിക്കോടായിരുന്നു. തുടക്കം കോഴിക്കോടായിരുന്നു. അവിടുന്ന് കൊച്ചിയിലേക്ക് വരുന്നത് കബ്രാളിൻ്റെ കാലത്താണ് 1500. അപ്പോൾ രണ്ടാമത്തെ നാവിക പര്യടനം, പോർച്ചുഗീസ് രണ്ടാമത്തെ നാവിക പര്യടനം കബ്രാൾ വന്ന വർഷം 1500. എവിടാ വരുന്നത്? കോഴിക്കോട്. കബ്രാളിന്റെ പ്രതിനിധിയായി സാമൂതിരിയെ സന്ദർശിച്ചതാരാണ്? ഐറിസ് കൊറിയ. ഐറിസ് കൊറിയ. തെറ്റിപ്പോകരുത്, നമുക്ക് മറ്റൊരു കൊറിയ, ജെയിംസ് കൊറിയയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഐറിസ് കൊറിയ. തിരിഞ്ഞു പോകരുത്. കബ്രാളിന്റെ പ്രതിനിധി ഐറിസ് കൊറിയ. ഹൃദ്യസ്ഥമാക്കുക, ഓക്കെ ആക്കുക. ഐറിസ് കൊറിയ. അങ്ങനെ കോഴിക്കോടും കൊച്ചിയിലും വ്യാപാരശാല സ്ഥാപിക്കുകയും പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചി ആവുകയും ചെയ്യുന്നത് ഈ കാലഘട്ടം മുതലാണ്. കൊച്ചി പോർച്ചുഗീസുകാരുടെ കേന്ദ്രമായി മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആണല്ലോ? കബ്രാളിനെ തുടർന്ന് എത്തുന്ന ആളാണ് ജാവോ ഡ നോവ. അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. കബ്രാളിനെ തുടർന്ന് കൊച്ചിയിൽ, കണ്ണൂരിലും എത്തിച്ചേരുന്നത് ജാവോ ഡ നോവ. കബ്രാൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ഇദ്ദേഹം ജാവോ ഡ നോവ കേരളത്തിൽ എത്തുകയും ചെയ്തു. കൊച്ചിയിലും കണ്ണൂരിലും എത്തിച്ചേതു. അപ്പോൾ 1500. അപ്പോൾ 1498 1498. 1500 അടുത്തയാൾ അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ജാവോ ഡ നോവ 1502 ആര് വരുന്നു? ഗാമയുടെ രണ്ടാമത്തെ വരവ് നമ്മൾ പഠിച്ചു. നേരത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ ആണല്ലോ? 502 ഗാമ വരുന്നു, ഗാമ പോകുന്നു, അടുത്തയാൾ എത്തിച്ചേരുന്നു. ഫ്രാൻസിസ്കോ അൽബുക്കർക്ക്. ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് 1503. 502 ഗാമ രണ്ടാമത് വരുന്നു. 503 അൽബുക്കർക്ക്. ഏത് അൽബുക്കർക്കാണ്? ഫ്രാൻസിസ്കോ അൽബുക്കർക്ക്. 2 അൽബുക്കർക്കുണ്ട്. പലയിടത്തും അൽബുക്കർക്ക് എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ആദ്യ അൽബുക്കർക്ക് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് 1503. അങ്ങനെ അദ്ദേഹം കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ ഒരു കോട്ട നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അനുമതി നൽകുന്നു. അങ്ങനെ 1503 കൊച്ചിയിൽ ഒരു കോട്ട നിർമ്മിക്കുന്നു. കോട്ടയ്ക്ക് രാജാവിൻ്റെ പേര് കൊടുത്തു. മാനുവൽ കോട്ട. പോർച്ചുഗീസ് രാജാവിൻ്റെ പേര് കൊടുക്കുന്നു, മാനുവൽ കോട്ട.
യൂറോപ്യർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട. യൂറോപ്യൻ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ കോട്ട, മാനുവൽ കോട്ട. ആരുടെ കാലത്താണ്? അൽബുക്കർക്ക് 1503. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണല്ലോ. ഏതാ യൂറോപ്യൻ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട? മാനുവൽ കോട്ട അല്ലേ? കൊച്ചി കോട്ട, പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, അങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട. കൊച്ചി കോട്ടയെന്നും പള്ളിപ്പുറം കോട്ടയെന്നും നായക്കോട്ടയെന്നും അഴീക്കോട്ടയെന്നും അറിയപ്പെടുന്ന 1503 മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. അൽബുക്കർക്കാണ് അതിൻ്റെ സ്ഥാപകൻ. ക്ലിയർ ആണല്ലോ? അൽബുക്കർക്ക്, ഫ്രാൻസിസ്കോ അൽബുക്കർക്ക്. നെക്സ്റ്റ് അടുത്തയാൾ വരുന്നു. 503 ശേഷം പിന്നെ 505 എന്നോർക്കുക. 505. 503 ശേഷം 505. ഇവിടെ പ്രത്യേകതയുണ്ട്. അൽമേഡ, ഫ്രാൻസിസ്കോ അൽബുക്കർക്കിന് ശേഷം ഫ്രാൻസിസ്കോ അൽമേഡ 1505 1509 വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പ്രത്യേകത? പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യ രാജപ്രതിനിധി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. ഇത് ചോദിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് PSC ചോദ്യകർത്താക്കൾ. അതുകൊണ്ട് ഓർത്തു വെക്കുക, ഈ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യ രാജപ്രതിനിധി, പോർച്ചുഗൽ രാജാവിൻ്റെ ആദ്യത്തെ രാജപ്രതിനിധി എന്ന ടൈറ്റിലോടുകൂടി, അല്ലെങ്കിൽ പോർച്ചുഗീസ് വൈസ്രോയ് എന്ന ടൈറ്റിലൂടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ഫ്രാൻസിസ്കോ അൽമേഡ. വന്ന വർഷം 1505 1509 കാലഘട്ടത്തിലാണ്. എന്താ? അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ടായിരുന്നു. അൽമേഡയുടെ പ്രധാനപ്പെട്ട ദൗത്യം, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് അൽമേഡ, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ദൗത്യം 5 ദ്വീപ്, കണ്ണൂർ, മലാക്ക എന്നിവിടങ്ങളിൽ കോട്ടകൾ നിർമ്മിക്കുക, നിർമ്മിച്ച കോട്ടകൾ ബലപ്പെടുത്തുക. അപ്പോൾ അവിടെ കണ്ണൂരിൽ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? കണ്ണൂരിൽ നിർമ്മിക്കണമല്ല, എറണാകുളത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ ബലപ്പെടുത്തണം. പുതുതായി 5 ദ്വീപിലും കണ്ണൂരിലും മലാക്കയിലും ഉണ്ടാക്കണം. അങ്ങനെ വന്നപ്പോൾ 1505 കണ്ണൂരിൽ ഒരു കോട്ട നിർമ്മിച്ചു, സെന്റ് ആഞ്ചലോ കോട്ട. അപ്പോൾ 503 മാനുവൽ കോട്ട അൽബുക്കർക്ക്, 505 സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ അൽമേഡ, പോർച്ചുഗീസ് ആദ്യ വൈസ്രോയി. ആ അൽമേഡയുടെ പുത്രൻ സാമൂതിരിയുടെ നാവികസേനയെ ആക്രമിച്ചു, ലോറൻസോ. സാമൂതിരിയുടെ നാവികസേനയെ ആക്രമിച്ച അൽമേഡയുടെ പുത്രൻ ലോറൻസോ. അങ്ങനെ വന്നപ്പോൾ ഇവിടെ വ്യാപാരം കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന അറബികൾക്ക് പോർച്ചുഗീസിന്റെ വരവ്, അവരുടെ ആക്രമണം ഒരു വലിയ തിരിച്ചടിയാകുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അറബി കച്ചവടക്കാർ ഈജിപ്തുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഈജിപ്തിലെ രാജാവുമായി കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈജിപ്ഷ്യൻ രാജാവ് ഒരു നാവികപ്പടയെ കേരളത്തിലേക്ക് അയച്ചു, മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ. ആ മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ വന്ന ഈജിപ്ഷ്യൻ നാവികപ്പട പോർച്ചുഗീസ് സമുദ്രാധിപത്യം തകർത്തു. ക്ലിയർ? അപ്പോൾ സാമൂതിരിയുടെ നാവികസേനയെ ആക്രമിച്ച് ലോറൻസോ, അൽമേഡയുടെ പുത്രൻ ലോറൻസോ ഒരാധിപത്യം സ്ഥാപിച്ചു, സമുദ്രാധിപത്യം സ്ഥാപിച്ചു. സമുദ്രാധിപത്യം തിരിച്ചു പിടിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന അറബി കച്ചവടക്കാർ ഈജിപ്ഷ്യൻ രാജാവിൻ്റെ സഹായം തേടുന്നു. അദ്ദേഹം ഒരു നാവികസേനയെ അയക്കുന്നു മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഈജിപ്ഷ്യൻ നാവികപ്പടയുടെ തലവൻ മിർ ഹുസൈൻ പോർച്ചുഗീസ് സമുദ്രാധിപത്യം തകർക്കുന്നു. അപ്പോൾ അൽമേഡയുടെ കാലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അദ്ദേഹം വന്ന കാലഘട്ടം 1505 1509.
അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യ രാജപ്രതിനിധി, ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. 2. മൂന്നാമത്തെ പോയിന്റ്, 5 ദ്വീപ്, കണ്ണൂർ, മലാക്ക എന്നിവിടങ്ങളിൽ കോട്ട നിർമ്മിക്കുക, നിർമ്മിച്ചവ ബലപ്പെടുത്തുക. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഒരു ആക്രമണം നടത്തുന്നു, സമുദ്രാധിപത്യം പിടിച്ചെടുക്കുന്നു, അത് തകർക്കുന്നു. ഈജിപ്ഷ്യൻ നാവികപ്പട മീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ തിരിച്ചടിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അൽമേഡയുടെ നയമാണ് ഉദ്യോഗാർത്ഥികളെ നീലജല നയം. അൽമേഡ എന്താ ലക്ഷ്യം? സമുദ്രാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി അതിനുവേണ്ടിയാണ് മോനെ കൊണ്ട് ആക്രമിച്ചത്. ഇവിടെ ഉണ്ടാകുന്ന അറബികളുടെ സമുദ്രാധിപത്യം, കച്ചവട സമുദ്രാധിപത്യം, വാണിജ്യ സമുദ്രാധിപത്യം തകർക്കുക. അതുകൊണ്ട് ലോറൻസ് എന്ന മകനെ കൊണ്ട് ആധിപത്യം സ്ഥാപിക്കുന്നു. എന്നാൽ മീർ ഹുസൈൻ നേതൃത്വം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോളിസിയാണ്, അൽമേഡയുടെ പോളിസിയാണ്, ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽമേഡയുടെ പോളിസിയാണ് നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി. അങ്ങോട്ട് പോകുമ്പോൾ മറ്റു ചിലരുടെ പോളിസി നമുക്ക് പഠിക്കാനുണ്ട്, തിരിഞ്ഞു പോകരുത്. നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി, സമുദ്ര വാണിജ്യാധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അറബികളെ ഇല്ലാതാക്കി സമുദ്രത്തിൻ്റെ വാണിജ്യ കുത്തക പോർച്ചുഗീസുകാർക്ക് പിടിച്ചെടുക്കണം. അതിനുള്ള നയമായിരുന്നു നീലജല നയം, അൽമേഡ. നീലജല നയം, അൽമേഡ, അൽമേഡ, ബ്ലൂ വാട്ടർ പോളിസി. ക്ലിയർ? ഈ ഭാഗം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ രണ്ടാമത് വന്ന വ്യക്തികളെക്കുറിച്ചും അൽബുക്കർക്കും അൽമേഡയുടെയും വസ്തുതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും അടുത്ത ഭാഗമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.